ലക്ഷക്കണക്കിന് ഭക്തർ വർഷം തോറും ആരാധനയ്ക്കായി എത്തുന്ന ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം. സാമ്പത്തികമായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ കുറെ കാലമായി വിവിധ തരത്തിലുള്ള തട്ടിപ്പ് കഥകളുടെ പശ്ചാത്തലമായിരിക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ് തിരുപ്പതി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് 2015 മുതൽ 2025 വരെ 10 വർഷം നീണ്ടുനിന്ന ഒരു അഴിമതി കഥയുടെ ചുരുളുകൾ അഴിയുകയാണ്. ഏറെ ഞെട്ടലോടെയാണ് ഭക്തസഹസ്രങ്ങൾ ഈ തട്ടിപ്പിന്റെ കഥകളെ അഭിമുഖീകരിക്കുന്നത്. ഏകദേശം 54 കോടി രൂപ വിലമതിക്കുന്ന വൻ തട്ടിപ്പാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിനായി പട്ടുശാളുകൾ വിൽപ്പന നടത്തിയ കോൺട്രാക്ടറാണ് ഈ വിവാദങ്ങളിലെ കേന്ദ്ര ബിന്ദു. 100% പോളിയസ്റ്റർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഷാളുകളും ദുപ്പട്ടകളും മുന്തിയ തരം മൾബറി സിൽക്കാണെന്ന് പറഞ്ഞു പറ്റിച്ച് ഉയർന്ന വിലയ്ക്ക് തിരുപ്പതി ക്ഷേത്ര ഭാരവാഹികൾക്ക് വിറ്റു പണം കൈപ്പറ്റി ഈ ബിരുദൻ. ദേവസ്ഥാനം ചെയർമാനായ BR നായിഡു ആഭ്യന്തര തലത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെ ഈ ഷാളുകളുടെ സാമ്പിളുകൾ സെൻട്രൽ സിൽക്ക് ബോർഡ് ഉൾപ്പെടെ 2 ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതോടെ ഒരു ദശാബ്ദമായി നടക്കുന്ന തട്ടിപ്പ് വെളിച്ചത്തുമായി. പട്ടുവസ്ത്രലു എന്നറിയപ്പെടുന്ന ഷാളുകളും ദുപ്പട്ടകളും ചാർത്തൽ ക്ഷേത്രത്തിലെ അത്യന്തം വിശിഷ്ടമായ ആചാരങ്ങളുടെ ഭാഗമാണ്. പരിശോധനയിൽ ഈ വസ്ത്രങ്ങൾ വില കുറഞ്ഞ പോളിയസ്റ്റർ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ആചാര ലംഘനത്തെ കൂടാതെ കരാർ വ്യവസ്ഥയുടെയും ലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത്. തട്ടിപ്പ് പുറത്തായതോടെ കോൺട്രാക്ടറെ തൽസ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തട്ടിപ്പുകാരനായ വിതരണക്കാരനുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന് സംശയിക്കുന്ന TTD ഉദ്യോഗസ്ഥർക്കുമെതിരെ സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനമായി. ടെൻഡർ രേഖകൾ പ്രകാരം വസ്ത്രങ്ങൾ പൂർണ്ണമായും മൾബറി സിൽക്ക് നൂൽ ഉപയോഗിച്ച് നെയ്തതായിരിക്കണം. കൂടാതെ ഗുണനിലവാരം തെളിയിക്കുന്ന സിൽക്ക് ഹോളോഗ്രാം ഉണ്ടായിരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓം നമോ വെങ്കിടേശായ എന്നീ ശാസ്ത്രീയ കുറിപ്പുകളും ക്ഷേത്ര ചിഹ്നങ്ങളും ഷാളുകളിൽ ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെടണം. ദേവസ്ഥാനം ബോർഡ് തുടക്കമിട്ട പുതിയ ഓഡിറ്റ്, വിജിലൻസ് പരിശോധന എന്നിവ ടെൻഡർ നിബന്ധനകൾ പാലിക്കപ്പെട്ടോ എന്ന് പരിശോധിച്ചപ്പോൾ തട്ടിപ്പ് വെളിവാവുകയായിരുന്നു. വാർഷിക പരിശോധനകൾ നിരന്തരം അവഗണിക്കപ്പെട്ടതോ മനഃപൂർവമായ നിയമലംഘനമോ ഉണ്ടായിരുന്നുവെന്ന സംശയം വ്യക്തമായി. അതോടെയാണ് 10 വർഷമായി തുടർന്നു പോന്നിരുന്ന തട്ടിപ്പ് വെളിവായത്. ഇതാദ്യമായല്ല തിരുപ്പതി ക്ഷേത്രം തട്ടിപ്പുകളുടെ പശ്ചാത്തലമാകുന്നത്. 2024 സെപ്റ്റംബറിൽ ലഡു പ്രസാദത്തിൽ അശുദ്ധ ഘടകങ്ങൾ ചേർത്തിട്ടുണ്ടാകാമെന്ന് ആന്ധ്രാപ്രദേശിലെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ആരോപണം വലിയ ചർച്ചയാവുകയുണ്ടായി. ശുദ്ധ നെയ്യിനേക്കാൾ കുറഞ്ഞ ഗുണമുള്ള കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം ശക്തമായതിനെ തുടർന്ന് CBI മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിതരണ ശൃംഖലയും ഗുണനിലവാരവും പരിശോധിച്ചിരുന്നു. സമാനമായി 2023 ഏപ്രിൽ 29 തിരുമലയോട് ബന്ധപ്പെട്ട ഒരു മഠത്തിലെ ക്ലാർക്കായ CV രവികുമാർ കാണിക്ക വഞ്ചിയിൽ നിന്ന് പണം മോഷണം നടത്തിയതിനിടെ പിടിയിലായിരുന്നു. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പരിശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള തുടർച്ചയായ അഴിമതി വിവാദങ്ങൾ ഭക്തരെ അത്യന്തം വിഷമത്തിലാക്കിയിരിക്കുകയാണ്.